ജാതി സെൻസസിൽ നിന്നും സർക്കാരുകൾ പിന്മാറണമെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ സംവരണത്തിന്റെ പേരിൽ കൂടുതൽ അഴിമതിക്ക് വഴി തെളിക്കുമെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. പെരുന്ന NSS ആസ്ഥാനത്തെ പ്രതിനിധി സഭാ മന്ദിരത്തിൽ നടന്ന 111ാമത് ബജറ്റ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് പാടത്തേക്ക് മറിഞ്ഞു. നഗരൂർ ഊന്നങ്കല്ലിലാണ് സംഭവം. വെള്ളന്നൂർ ഗവൺമെന്റ് LPSലെ സ്കൂൾ ബസ്സാണ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞത്. 25 വിദ്യാർത്ഥികളാണ് അപകടം നടക്കുമ്പോൾ ബസ്സിലുണ്ടായിരുന്നത്. 3 കുട്ടികൾക്ക് കാര്യമായ പരിക്കുണ്ട്. ബാക്കി കുട്ടികളുടെ പരിക്ക് നിസാരമാണെന്നാണ് റിപ്പോർട്ട്. രാവിലെ 9:30ഓടെയായിരുന്നു അപകടം സംഭവിച്ചത്. കുട്ടികളെ കൂടാതെ 2 ആയമാരും ബസ്സിലുണ്ടായിരുന്നു. ചെളി നിറഞ്ഞ റോഡിൽ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ തെന്നി വയലിലേക്ക് മറിയുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉടൻ തന്നെ കുട്ടികളെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തെപ്പറ്റി വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിൽപ്പനയ്ക്കെത്തിച്ച MDMAയുമായി ദമ്പതികൾ പിടി. ആലപ്പുഴയിൽ 13 ഗ്രാം MDMAയുമായാണ് ദമ്പതികൾ പിടിയിലാവുന്നത്. ആലപ്പുഴ സ്വദേശിയായ സിയ, ഭാര്യ സഞ്ജുമോൾ എന്നിവരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇവർ കുടുങ്ങിയത്. സിയ മാസങ്ങളായി കേരളത്തിന് പുറത്തുനിന്ന് ലഹരി വസ്തുക്കൾ നാട്ടിലെത്തിച്ച് കച്ചവടം നടത്തി വരികയായിരുന്നു. വിൽപ്പനയ്ക്കായി ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. ശബരിമല നട നാളെ തുറക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായാണ് നട തുറക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് 5-ന് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് ദീപം തെളിയിക്കും. തുടർന്ന് ഭക്തർക്ക് ദർശനം അനുവദിക്കും. രാവിലെ പതിവ് പൂജകൾ നടക്കും. പ്രത്യേക പൂജകളൊന്നും ഉണ്ടാകില്ല. വ്യാഴാഴ്ചയാണ് പ്രതിഷ്ഠാദിനം. തന്ത്രി കണ്ഠരര് രാജീവരുടെയും ബ്രഹ്മദത്തിന്റെയും കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കും. നീറ്റ് PG പരീക്ഷകൾ മാറ്റി. ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്കുള്ള മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് PG ആണ് മാറ്റിയിരിക്കുന്നത്. ഈ മാസം 15-ന് നടത്താനിരുന്ന പരീക്ഷകളാണ് മാറ്റിയത്. ഒരു ഷിഫ്റ്റിൽ പരീക്ഷ നടത്താനുള്ള ക്രമീകരണത്തിന്റെ ഭാഗമായാണ് പരീക്ഷകൾ മാറ്റിയത്. ഒരു ഷിഫ്റ്റിൽ പരീക്ഷ നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി.